എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് ഇനിയും പരിഷ്കരിച്ച പാഠപുസ്തകത്തിൻ്റെ പതിപ്പുകൾ ലഭ്യമായില്ലേ? വിഷമിക്കേണ്ട. SCERTയുടെ ഇതാ ഈ കാണുന്ന സൈറ്റിൽ നിന്നും എല്ലാവർക്കും പുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ കഥയാണ് വായിക്കുന്നത്. കിഡ്കി കഥയുടെ ബാക്കി ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. ചൽ ന മേരി ന തേരി, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. 150 പെർ പീസ്, പീസിന് 150 രൂപ. അച്ഛാ ദീദി, ടീക്ക് ഹേ, ലോ രംഗ് പസന്ത് കർ ലോ. കൊള്ളാം, ശരി, ലോ എടുക്കൂ. രംഗ് പസന്ത് കർ ലോ, ഇഷ്ടമുള്ള നിറം എടുത്തോളൂ ദീദി. അപ്പോൾ പത്നി ഏക് ഷാൾ കെ ലിയെ കിത്തനെ റുപ്പേ ദി? 150. എത്ര രൂപയാണ് കൊടുത്തത്? 150 രൂപയാണ് കൊടുത്തത്. കുച്ച് സോച്ചത്തെ ഹുയേ, എന്തോ ചിന്തിച്ചുകൊണ്ട്, ഉസ്നെ കഹ, അവൾ പറഞ്ഞു, അവൾ എന്തോ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു. അവർ ഗഡർ, ആ ഭാണ്ഡം കെട്ട്, പത്നിക്ക് സാമിനെ സരക്ക് ദിയ എന്ന് വെച്ചാൽ നീക്കി വെച്ചു. പത്നിയുടെ മുമ്പിലേക്ക് എന്തോ ആലോചിച്ചുകൊണ്ട് ആ കെട്ട് നീക്കി വെച്ചുകൊണ്ട് പറഞ്ഞു, ഇഷ്ടപ്പെട്ട നിറം എടുത്തോളൂ. പത്നിനെ 5 ഷാൾ അലഗ് കർലി, ഭാര്യ 5 ഷാൾ തിരഞ്ഞെടുത്തു. പത്നിനെ കിത്തനെ ഷാൾ അലഗ് കർലി, എത്ര ഷാളാണ് തിരഞ്ഞെടുത്തത്? 5 ഷാൾ. അവർ മേരി ഓർ ദേഖ്തേ ഹുയേ, എന്നേക്ക് നോക്കിക്കൊണ്ട്, റുപ്പേ ദേനേക്ക്, പൈസ കൊടുക്കാനായിട്ട് ഇഷാരാക്കിയ, എന്നിട്ട് 5 ഷാൾ തിരഞ്ഞെടുത്തുകൊണ്ട് പൈസ കൊടുക്കുവാനായിട്ട് എന്നെ നോക്കി ആംഗ്യം കാട്ടി. മൈനെ ചട് 750 रुपये निकाल कर दे दी. 750, 750 രൂപ. ഞാൻ പെട്ടെന്ന് 750 രൂപ എടുത്തു കൊടുത്തു. അപ്പം 5 ഷാൾ കേലിയെ വേ കിത്തനെ റുപ്പേ ദിയേ, 5 ഷാളിന് എത്ര രൂപയാണ് കൊടുത്തത്? 750. 750 रुपये ദിയേ. ഉസ്കെ ജാനെ കെ ബാദ്, പോയതിന് ശേഷം, രാസ്തേ ഭർ പത്നിക്ക് സുയി എന്ന് വെച്ചാൽ ശ്രദ്ധ, ഇസ് ബാത്തുപ്പർ അടക്കിയത്, ഈ കാര്യത്തിലേക്കാണ് പതിഞ്ഞത്. അവൾ പോയതിന് ശേഷം നമ്മുടെ ഭാര്യയുടെ ശ്രദ്ധ ഈ കാര്യത്തിലേക്ക് തിരിഞ്ഞു. ഏത് കാര്യത്തിലേക്ക്? ഓ ഏക് ബാർ മേം ഘി 150 മേം മാൻ ഗയി, അവൾ ഒറ്റയടിക്ക് 150 രൂപ അംഗീകരിച്ചു, സമ്മതിച്ചു. ഗലത്ത് അബദ്ധമായി പോയി. ധോടാ തോൽ മോൽ ഔർ കർണ ചാഹി, ഒന്നും കൂടി അല്പം കൂടി വിലപേശേണ്ടതായിരുന്നു എന്ന് ആ യുവതി വഹാംബർ ജാനെ കെ ബാദ്, പോയതിന് ശേഷം പത്നീനെ സോച്ച. ആ യുവതി ജാനെ കെ ബാദ് പത്നീനെ ക്യാ സോച്ച കി ഓ ഏക് ബാർ മേ ഘി 150 മേ മാൻ ഗയി, गलती की थोड़ा तोल मोल और करना चाहिए. इस കഥൻ സേ ലോകോം കെ കിസ് മനോഭാവ് കാ പരിചയം മിൽത്താ ഹേ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, വിലപേശൽ സാധാരണ മലയാളികളെ കളിയാക്കി പറയുന്ന ഒരു കാര്യം. മലയാളി എവിടെയുണ്ടോ അവിടെ വിലപേശലുമുണ്ടെന്ന് പറയും. പക്ഷെ നമ്മൾ ഈ കഥയിലൂടെ മനസ്സിലാക്കുന്നു, മലയാളികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഈ മനോഭാവമുണ്ട്. മോൾ തോൽ കർണ ലോകോം കയേക്ക് മനോഭാവ് ഹേ, വിലപേശലെന്ന് പറയുന്ന ആളുകളുടെ ഒരു മനോഭാവമാണ്, അല്ലയോ? ഇതെന്ത് ചെയ്തിരിക്കുന്നത്? ചിലർക്കൊക്കെ അപ്പനെ അധികാർ മാനത്തെ, അവരുടെ അവകാശമായിട്ട് കരുതുന്ന ആൾക്കാരുമുണ്ട്. മോൾ തോൽ കർണ എന്ത് ചെയ്യിക്കുന്നത്? അപ്പനെ അധികാർ മാനത്തെ, തൻ്റെ അധികാരമാണെന്ന്. ലേക്കിൻ എന്നാൽ എന്ത് ചെയ്തിരിക്കുന്നത്? സാത്വിക ഒപ്പം തന്നെ കരീദാരിക്കായേക്ക് സ്വാഭാവിക ഇസാമാനത്തെ, ഇതൊരു കച്ചവടത്തിൻ്റെ ഒരു സ്വാഭാവികമായ രൂപമായിട്ട് മാത്രം ഇതിനെ കരുതിയാൽ മതി. ഏതിനെയാണ്? ഈ മോൾത്തോൽ എന്ന് പറയുന്നത് കരീദാരിക്കായേക്ക് സ്വാഭാവിക കിസാമാനത്തേഹേ. കുച്ച് ലോഗ്, കുറച്ച് ആൾക്കാരാകട്ടെ, ഇസേക്ക് മസേദാർ ഓർ രോചക് ബാച്ചിത് കെ രൂപേ ദേഖ്തേ ഹേ, ഈ വിലപേശലിനെ ഒരു രസകരമായിട്ടുള്ളത്, രോചകമായിട്ടുള്ള ഒരു സംഭാഷണമായിട്ട് മാത്രം കരുതുന്നവരും ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ആളുകളുടെ മനോഭാവം എന്ന് പറയുന്നത്. അപ്പം ആ മനോഭാവത്തെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചുരുക്കി പറഞ്ഞ ഐസേ വ്യക്തി ദൂരദർശി ഹേ എന്നൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനോട് കൂട്ടിച്ചേർത്ത് പറയാവുന്നതും കൂടി ആണ്. ഔർ മേരി സുയി, എൻ്റെ ശ്രദ്ധ, എൻ്റെ ലേഖകൻ്റെ ശ്രദ്ധ, അതീതുമേം ജാ അട്കി ഥി, അതീതുമേ ഭൂതകാലത്തിലേക്ക് കേന്ദ്രീകൃതമായി. ബേട്ടിക്കോ ഗോതുമേം ബിഠാ,
മകളെ മടിയിലിരുത്തി. റെയിൽഗാഡിക്ക് കിഡ്കീസെ ചാങ്കുത്ത, റെയിൽഗാഡിയുടെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് മയും സോച്ച് രഹാ ഥ, ഞാൻ ചിന്തിച്ചു. എന്താണ്? മേരെ പിതാ ഭീ റെയിൽഗാഡി മീം സാമാൻ ബേച്ച്, എൻ്റെ അച്ഛനും റെയിൽഗാഡിയിൽ ഇങ്ങനെ സാധനങ്ങൾ വിറ്റ് ജബ് ധക്കേ ഹാരെ ഘർ ജാത്തെ, ക്ഷീണിതനായി വീട്ടിൽ എത്തുന്നു. തോ ഉൻകി ആങ്കോമേം വഹീ നമി ധി, ആ ദേഹത്തിൻ്റെ കണ്ണുകളുണ്ടായിരുന്ന അതേ നനവ്. ആങ്കോമേ നമി എന്ന് വെച്ചാൽ ആങ്കോമേ ആസു, ആ കണ്ണിലുണ്ടായ ആ കണ്ണുനീര് അതേ തന്നെ. ജോ ആജ് ഉസ് യുവതിമേം കി ആങ്കോമേം ധി, ആജ് ഇന്ന് ഉസ് യുവതി കി ആങ്കോമേം, ആ യുവതിയുടെ കണ്ണുകളിലും കണ്ടിരുന്നു എന്ന് ലേഖകൻ ഓർമ്മിച്ചെടുക്കുകയാണ്. അപ്പം ലേഖകെ പിതാജി, ലേഖകൻ്റെ അച്ഛനും അവർ ഉസ് യുവതിമേം, ആ യുവതിയുടെയിലും കണ്ട സമാനതകൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ജീവൻമേയും കഠിനായുവും കൈ വജകസെ ആജാത്തിയ, ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ വരുവാറുണ്ട്. ഉസ് ജീവൻ കി സബ്സെ ബഡി സമസ്യ, ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഗരീബി, ദാരിദ്ര്യമാണ്, അല്ലയോ? ജീവന്മേയും, ജീവിതത്തിൽ ഉസ് ഗരീബി കൊ ദൂർ കർണേ കെ ലിയെ, ജീവിതത്തിൽ നമ്മുടെ ഗരീബി, ദാരിദ്ര്യം അകറ്റുവാൻ വേണ്ടിയിട്ട്, ഓർ ജീവൻ കി ദോനോം ചോരോം പർ, ജീവിതത്തിൻ്റെ രണ്ട് അറ്റങ്ങൾ തമ്മിൽ പൗഞ്ചിനെ കൂട്ടിച്ചേർക്കുവാൻ വേണ്ടിയിട്ട് പിതാജീനെ ജിത്തന കഠിന പരിശ്രമം കിയാത്ത, പിതാജി എത്ര കണ്ടാണ് പരിശ്രമിച്ചിട്ടുണ്ടാകുന്നത്. വഹീ, അത് അല്ലെങ്കിൽ വഹീംസെ അധികം, അതിനേക്കാൾ കൂടുതൽ പരിശ്രമം ഉസ് യുവതിമേം ഭീ ദേഖ് സക്താ ഹെ, ആ യുവതിയിൽ കണ്ടതുകൊണ്ടായിരിക്കണം ഉസ് സമയം, ആ സമയത്ത് അപ്പനെ പിതാജിക്കോ ബാരേമേ യാദ് കിയാ ഥാ, തൻ്റെ പിതാവിനെക്കുറിച്ച് എന്ത് ചെയ്തത്? ലേഖകൻ സ്മരിച്ചത്. അപ്പോൾ കഥ അവസാന ഭാഗം പറഞ്ഞത് എന്ത് ചെയ്ത്? അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ 150 രൂപയ്ക്ക് 5 അതിസുന്ദരമായിട്ടുള്ള ഷാൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ ലേഖകൻ 750 രൂപ കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് പത്നി ചിന്തിക്കുന്നത്, ഒന്നും കൂടെ ഒന്ന് വിലപേശാമായിരുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ സമയത്ത് ലേഖകൻ എന്ത് ചെയ്ത്? തൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർമ്മിച്ചിരിക്കുകയാണ്. അച്ഛനും ഇതുപോലെ തീവണ്ടിയിൽ സാധനങ്ങൾ വിറ്റ് നടക്കുകയായിരുന്നു. ആ നടക്കുന്ന അച്ഛൻ ക്ഷീണിതനായി വീട്ടിലെത്തുമ്പോൾ ആ നനവാർന്ന കണ്ണുകൾ, അതേ കണ്ണുകളാണ് ആ യുവതിയിലും കാണുന്നതെന്ന് ലേഖകൻ ഓർമ്മിച്ചെടുക്കുകയാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്നറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് സംശയങ്ങളും ചോദിക്കാവുന്നതാണ്. ഒപ്പം തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ എത്ര ദൂരത്തിലായാലും ശരി തന്നെ ഓൺലൈൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ സൗകര്യപ്രദമായ രീതിയിൽ ഓഫ്ലൈൻ ക്ലാസ്സുകളുമൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. വീണ്ടും ഒരു വീഡിയോയിലെത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.